അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ സൗണ്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഉള്ള ഒരു വ്ളോഗാണ് ഞാൻ കാണിക്കുന്നത്. ഫുൾ ഡേ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും പാല് വന്നിട്ടുണ്ടായിരുന്നു. വീക്കും വന്ന് ചായ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. സൗണ്ട് ഏറെക്കുറെ റെഡി ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് വല്ല വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചുമ ചെറുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളോട് ഒരുപാട് പേരിങ്ങനെ വോയിസിന് റെസ്റ്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ അധികമൊന്നും സംസാരിക്കാറില്ല. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മാത്രം സംസാരിക്കുന്നത് തന്നെ ഉള്ളൂ. 2-3 വർക്ക് വന്നിട്ട് അത് പെൻഡിങ് ആണ്. എൻ്റെ സൗണ്ട് ശരിയാവാണ്ട് വർക്ക് ചെയ്യാൻ ഒരു രക്ഷയില്ല കേട്ടോ. കാരണം നമുക്ക് എപ്പോഴും ഒരു വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യണമല്ലോ, ഇല്ലെങ്കിൽ നമ്മളതിന് നിൽക്കാൻ പാടില്ല അല്ലേ. അപ്പോൾ എന്തായാലും ഇതാ പഞ്ചസാരയൊക്കെ ഒന്ന് ബോട്ടിലോട്ട് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പാലും വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് ഞാൻ ചായക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുന്നുണ്ട്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കണം. റിഹാൻക്ക് ലഞ്ച് കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു, അയാന് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിന്ന് ചോറും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല, ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ദോശ തന്നെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ഉള്ളി കാര്യങ്ങളൊക്കെ തൊലിച്ച് കഴിയുമ്പോഴത്തേക്കും ചായയും റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ട് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ നോക്കണം. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്തായാലും ലൈക്കും ഹൈപ്പും നമുക്ക് വേണം. നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ദിവസവും വ്ളോഗുകൾ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടാണ്ടിരിക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം. പിന്നെ ഞാൻ വേഗം ചായ എല്ലാം കുടിച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഒന്ന് വലിക്കാൻ പോയിട്ടോ. തൊടിയൊക്കെ അടിച്ചു വാരിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. പുല്ലൊക്കെ വളർന്നിട്ടുമുണ്ട്. അപ്പം ഞാനിനി പുല്ലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ അങ്ങ് അടിക്കാൻ തുടങ്ങിയാൽ മതിയല്ലോ എന്നുള്ളൊരു ഇതിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇന്ന് തക്കാളി ഉള്ളിയും തേങ്ങയും എല്ലാം കൂടെ ഇട്ടിട്ടുള്ള ഒരു ചട്നിയാണ് അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ വലിയ ഉള്ളി 2 മതി, 3 വേണ്ട. ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ മൺചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. മൺചട്ടിയിൽ കുക്ക് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ളത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടം ഇരുമ്പ് ചട്ടി, പിന്നെ നോൺ സ്റ്റിക്കാണ് ഇഷ്ടം. അതും കഴിഞ്ഞിട്ടുള്ളൂ നല്ല കട്ടിയുള്ള സ്റ്റീൽ കേട്ടോ. അപ്പം എന്തായാലും ആദ്യം ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ കറിവേപ്പിലയും ചേർത്തി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ആയ ശേഷം തക്കാളിയും കൂടി ചേർത്തി എടുക്കുന്നുണ്ട്. ഉള്ളിയും അതുപോലെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നിച്ചാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 1 സ്പൂണ് കളറിന് വേണ്ടിയിട്ട് അത് ചേർത്ത് കൊടുക്കുക. 1/2 സ്പൂണ് എരിവിന് വേണ്ടിയിട്ട് സാധാരണ മുളക് പൊടിയും ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ഇതാ അരമുറി എടുത്തിട്ടുണ്ട്. അതും ഞാൻ ഇതിലോട്ട് ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഓഫാക്കാം കേട്ടോ. ഒന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നിങ്ങൾക്കിത് എത്ര കട്ടിയിൽ വേണം ലൂസിൽ വേണം എന്നൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടം പോലെ ചെയ്തെടുത്താൽ മതി. ഞാൻ കുറച്ച് കട്ടിയിലാണ് ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ. കുറച്ച് ഉപ്പ് കമ്മി ഉണ്ടായിരുന്നു. ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ല പോലെ പേസ്റ്റ് ആക്കി എടുക്കണം. എന്നിട്ട് താളിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇവിടെ ചട്ടിയിൽ തന്നെ സെയിം ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ താളിച്ചെടുക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ മരത്തുനിന്ന് ഒരു കൊയ്യാക്കാൻ തന്നെ എൻ്റെ വായിൽ വരുള്ളൂ. അടക്കാപ്പഴം കൂടെ ഉമ്മ വലിച്ചിട്ട് വന്നപ്പോൾ അത് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും കഴിക്കാൻ പറ്റിയൊരു തൊണ്ടയും അല്ല മാനസികാവസ്ഥയും അല്ല എനിക്ക് കേട്ടോ. പിന്നെ കടുകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് പൊട്ടിച്ച ശേഷം നമ്മുടെ ചമ്മന്തി അതിലോട്ട് ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ദോശയ്ക്ക് ഇഡലിക്കൊക്കെ പറ്റിയ ഒരു ചമ്മന്തിയാണ്. ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ദോശമാവ് ആട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ആ ബാറ്റർ അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ എണിച്ചിട്ടാണ് ഉപ്പിട്ടത്. നല്ല തണുത്ത സമയമാകുമ്പോൾ നമുക്ക് വൈകുന്നേരം ഉപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ ഞാൻ ഇനിയിപ്പോ ഒത്തിരി പൊളിച്ച് പൊങ്ങൂന്ന് പേടിച്ചിട്ടാണ് ഇടാണ്ടിരുന്നത്. അപ്പൊ നല്ല ക്രിസ്പി ദോശയും റെഡി ആയിട്ടുണ്ട്, ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ വേഗം കുട്ടികൾക്ക് കൊടുത്തു. ദോശ ആകുമ്പോൾ രാവിലെ സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ ഒരെണ്ണം തന്നെ കഴിക്കുള്ളൂ കേട്ടോ.
സ്കൂളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ മസാല ദോശ, സാമ്പാർ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വിശപ്പും ദോശയുടെ എണ്ണൊക്കെ കൂടും. അപ്പോൾ ഞാൻ ഓരോ ദോശനുള്ള പിള്ളേർക്ക് കഴിക്കാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് അയൻകുട്ടി പൊതുവെ രാവിലെ ഉച്ചയ്ക്കും ഭയങ്കര ആഹാരം കുറവാണ്. രാത്രി വന്നിട്ട് പിന്നെ അവനക്ക് എന്തൊക്കെ കഴിക്കണം എന്ന് ഒരു നിശ്ചയം ഉണ്ടാവില്ല. വിശന്നിട്ടാണ് വരിക ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ ഫുഡ് കഴിക്കലായിരിക്കും. എന്റെ PT ടീച്ചർ പറഞ്ഞത് ഓർമ്മ വരുന്നു. എന്നാ നീ ഒരു ദിവസം ഒരു ബിരിയാണി ഉണ്ടാക്ക്. എന്താ ഞാൻ പറഞ്ഞുതരാ. നമ്മളവിടുത്തെ ബിരിയാണി ഭയങ്കര ഈസിയാ. അളവൊക്കെ ഞാൻ പറഞ്ഞുതരാം. കൈപ്പുണ്ണി ഉണ്ടോ നോക്കാം. ഓക്കെ. അപ്പോൾ ഉടനെ തന്നെ ഞാനും അവനും ഒരു കുക്കിംഗ് വ്ലോഗ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാനും അയാനും കൂടെ ചെയ്യണോ, ഞാനും റിഹാനും കൂടെ ചെയ്യണോ, അതോ ഞങ്ങൾ 3 പേരും കൂടെ ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ദോശൻ്റെ ഉള്ളിൽ എന്നെ ചമ്മന്തി മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ആക്കി കൊടുത്തത്. കാരണം എന്താണെന്നറിയോ, അല്ലെങ്കിൽ 2 പാത്രം കൊണ്ടുപോകണ്ടേ, ഒരു കുഞ്ഞു ബോക്സും കൊണ്ടുപോകണം, ഈ പാത്രം കൊണ്ടുപോകണം. ഇനിയിപ്പോൾ ഇച്ചിരി കഴിഞ്ഞാൽ ഫുഡേ കൊണ്ടുപോകാൻ ചാൻസ് കുറവാണ് എൻ്റെ മക്കൾ. ഇപ്പം തന്നെ വലിയ ആളിങ്ങനെ നിർത്തി വരുന്നുണ്ട്. ഇന്ന് വേണ്ട, നാളെ വേണ്ട അങ്ങനെ പറഞ്ഞിട്ട്. അവൻ്റെ കോലമില്ല. ഫുഡ് കഴിക്കൽ ഭയങ്കര കുറവാണ്. ഈ പറഞ്ഞ പോലെ ബിരിയാണി, പൊറോട്ട, പത്തിരി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വിശപ്പുണ്ടാവും, അല്ലെങ്കിൽ വിശപ്പ് ഭയങ്കര കുറവായിരിക്കും കേട്ടോ. അങ്ങനെ വേഗം പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കുറേ, അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സ്വഭാവമുള്ള കുട്ടികളാണ് നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇന്നിപ്പോൾ സൺഡേ ആണ് ഞാൻ ഈ വ്ളോഗ് ഇടുന്നത് കേട്ടോ. ഇന്ന് രാവിലെ അവർ ട്രിപ്പ് പോയേക്കുവാണ്. അതിൻ്റെയൊക്കെ വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ട്. മൺഡേ മോർണിംഗ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കുവാണ് കേട്ടോ. പിന്നെ വേഗം വന്നിട്ട് നമുക്ക് വാഷിങ്ങിനൊക്കെ ഇടാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട്. ഞാൻ ദോശൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ ചമ്മന്തി വെച്ചിരിക്കണം. അപ്പം അവർ പോണതിന് മുമ്പ് കുറച്ചുകൂടെ സമയം ബാക്കിയുണ്ടായിരുന്നു. ഞാൻ വേഗം പോയി ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചെടുക്കുകയാണ്. ബെഡ്ഷീറ്റ് മാറ്റാനായിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ചെടുക്കണ്ട പറഞ്ഞിട്ട് ഓരോ റൂമായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇന്നും കൂടെ കിടക്കട്ടെ എന്നും പറഞ്ഞ് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ നന്നായിട്ട് കുടഞ്ഞിട്ടൊന്ന് വിരിച്ചിടുക. അപ്പം ഞാൻ ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ പുതപ്പുകളൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെന്താ, എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ മറന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്താ കഹാനിയിൽ ന്യൂസ് സ്റ്റോക്ക് എത്തിയോ, അതേപോലെ അങ്ങനെ എന്തൊക്കെയോ തൊണ്ടയിലുള്ള പ്രശ്നം കാരണം ചെറിയുള്ളി, ശർക്കര ഒരുപാട് പേര് അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിള്ളേർ പോയ ശേഷം ഞാൻ വേഗം ഉപ്പാൻ്റെ റൂം അടിച്ചു വാരാൻ നിന്നു. കാരണം ഇനി ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ റൂമിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ ചൂലും കൊണ്ട് പോണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വേഗം ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഹോളും എല്ലാ ഭാഗവും കൂടി ഒന്ന് അടിച്ചു വാരി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ റൂമും അങ്ങനെയൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതിന് ശേഷം വേറെ എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം അല്ലേ. ഇടയായിട്ട് ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നേക്കുന്നത് സൗണ്ട് എന്ത് പറ്റി, സൗണ്ട് ശരിയായില്ല, ഇതന്നെയാണ് കേട്ടോ എന്നോട് ചോദിക്കുന്നത്. അതുപോലെ പാലക്കാട് നമ്മുടെ ദോശ ഇഡലിയും തന്നെയാണ് മെയിൻ എന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ്. നമ്മൾ ഇഡലി ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായി. ശരിക്കും പറഞ്ഞാൽ ഇഡലി കഴിക്കാൻ കൊതിയൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും ഒന്ന് ക്ലീനാക്കി ഞാൻ അടിച്ചു വാരി എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ ടീപ്പോയും കൂടെ ഒന്ന് തുടച്ചെടുത്തിട്ട് ഹോളും കൂടെ ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നത്. പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല, അത്രയും കാറ്റും ഉണ്ട് പൊടിയും ഉണ്ട്. അപ്പം എൻ്റെ ഈ ഒരു വയ്യായികയൊക്കെ മാറിയ ശേഷം മാത്രമേ ഉള്ളൂ ഇനി തൊടിയിലോട്ടൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇരിക്കണേ. ജിമ്മിലൊന്നും ഞാൻ പോവാറില്ല. കംപ്ലീറ്റ് ഞാൻ ഓക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു. 2026 തുടങ്ങി. ചില ആൾക്കാർ പറയണ പോലെ ഈ വർഷം മൊത്തം ഇനി ഇങ്ങനെ ആയിരിക്കുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പിന്നെ അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒക്കെ വെറുതെ ഞാൻ ഇങ്ങനെ തട്ടിയിടുന്നു എന്ന് മാത്രം. പിന്നെ പേരക്ക അല്ലേ പേരക്ക, അടക്കാപ്പഴം, കൊയ്യാക്ക, അമ്രൂത്, പിന്നെന്താ
അങ്ങനെ പല പേരിലും അത് അറിയപ്പെടുന്നുണ്ട് അല്ലേ. ഞാൻ പറഞ്ഞു കഴിച്ചാൽ ശബ്ദം ശരിയാകുന്നു. ഓക്കെ, നിങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ ടിപ്പ്. കുറേ പേര് ആ ടിപ്പ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മണ്ണാർക്കാടുള്ള എല്ലാവരുടെയും ഏറെക്കുറെ സൗണ്ട് ഇപ്പം എങ്ങനെയാണ്, മണ്ണാർക്കാട് കൺസ്ട്രക്ഷൻ വർക്ക് ആയതിൻ്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ബിസിനസ് പാർട്ട്ണർക്ക് വിളിക്കുമ്പോഴും അവൻ്റെ സൗണ്ടും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഏറെക്കുറെ ഈ പറഞ്ഞ പോലെ ഒരു ഇൻസ്റ്റാ പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. ഇപ്പം ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ഇതുപോലെ തൊണ്ടവേദന, ജലദോഷം, ചുമ ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളത് കറക്റ്റാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാക്കുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഏറെക്കുറെ ഉണ്ട്. പിന്നെ പാരൻസ്, ഈ ഫാമിലി എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. പാരൻസിനെ നോക്കുന്നത്. താങ്ക് യു സോ മച്ച്. എന്നെ പോലെ ഒന്നും ഇഷ്ടപ്പെടൂല. ഡ്രസ്സ് അതെ മോളെ, എനിക്കും അത് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടണമെങ്കിൽ ചിലപ്പോൾ എൻ്റെ ടേസ്റ്റ് ഒന്നും ആർക്കും പറ്റൂല, അത് വേറെ കാര്യം കേട്ടോ. ഇതെടുക്കാനാണോ ഒത്തിരി സമയം എടുത്ത് എന്ന് വേണമെങ്കിൽ അവരൊക്കെ ചോദിക്കുമായിരിക്കും. പ്രത്യേകിച്ച് എൻ്റെ ടേസ്റ്റ് ഒന്നും ഇവിടെ ഉള്ള ആർക്കും ഇഷ്ടപ്പെടാറില്ല എന്ന് വിചാരിച്ച് നമ്മുടെ അല്ലേ. എൻ്റെ സൗണ്ടും ഇപ്പോൾ ഇതുപോലെയാണ്. വെരി ഗുഡ്. അല്ലാണ്ട് ഞാൻ എന്താ പറയുക, കുറേ പേര് അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് തോന്നി എനിക്ക് മാത്രമല്ല ഇതുള്ളത് എന്നുള്ളത്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ വേഗം സെറ്റ് ചെയ്തു, കഴിക്കാൻ കൊടുത്തു, ഞാനും കഴിച്ചു. അതിനുശേഷം എന്താ ചായ വെക്കണം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്താ പറയുക, ചായ എല്ലാം കുടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ നമ്മളോട് ചക്കയുണ്ട് ഇനിയും വീട്ടിൽ, ഞങ്ങൾ വരട്ടേന്ന്. ആ ചക്കയുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞ പോലത്തെ ചക്ക തന്നെയാട്ടോ. എന്താ വിയറ്റ്നാം ചക്ക, അതന്നെയാട്ടോ. എനിക്കത് അറിയാണ്ട് ഞാൻ അതല്ല പറഞ്ഞു. പിന്നെ ഉമ്മാക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു അതാണ്. അതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു. ചോള കാണാൻ എന്തൊരു മൊഞ്ചായിരുന്നു. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ആര് വന്നിട്ടും കാര്യമൊന്നുമില്ല, അത് കഴിഞ്ഞു, ഫുള്ള് ഞങ്ങൾ കഴിച്ചു തീർത്തു. പിന്നെ അനിയത്തിയുടെ കുട്ടികൾ എവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് അവരുടെ ഫാദറിന്റെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ വരാൻ സമയത്താണ് അവർ തിരിച്ചു വന്നത്. ആ സമയത്താണ് നമ്മൾ വേഗം കുറച്ച് ഔട്ടിങ്ങിനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ചക്ക കാണുമ്പോൾ കൊതിയാവണമെന്ന് പറയുന്നുണ്ട്. താങ്ക് യു. മുട്ടക്കറി ടേസ്റ്റ് ഉണ്ടോ ചോദിക്കുന്നുണ്ടായിരുന്നു. ഉണ്ട് കേട്ടോ. ആ മുട്ടക്കറി ഉണ്ടാക്കി നോക്കുക. ഞാൻ പറഞ്ഞ പോലെ അതിന്റെ പച്ചമണം മാറണം, എന്നാൽ തന്നെയുള്ളൂ അതിന്റെ ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇതാ വേഗം പാത്രം കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ലഞ്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. ലഞ്ചിന്റെ വീഡിയോ ഞാൻ വേറെ ആയിട്ട് തന്നെ ഇട്ടേക്കുന്നത്. അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് കഴുകി. പിന്നെ എവിടെയാണ് കല്യാണം ചോദിക്കുന്നുണ്ട്. എൻ്റെ കസിൻ്റെ കല്യാണമാണ്. പിന്നെ സെയിം ഡ്രസ്സ് കിട്ടുമോന്ന്? കിട്ടുമല്ലോ, പക്ഷെ കളർ വേറെയാണ്. ഒരു ഗ്രീനും ഉണ്ട്, പിന്നെ വേറൊരു കളറുമാണ് കേട്ടോ ഉള്ളത്, ബാലൻസ് ഉള്ളത്. ഞാൻ 3 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള ഫുഡുകളൊക്കെ ഒന്ന് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഫ്രിഡ്ജ് ചെറുതായിട്ടൊന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിറയെ പാത്രങ്ങളുണ്ട്, പിന്നെ നെയ്യ് എടുക്കാനുണ്ട്. അപ്പൊ ഞാൻ ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതാ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അതിന് എടുത്ത് വെക്കുന്നുണ്ട്. ഇനി എന്താ പരിപാടി, ഇനി സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അത് ചെയ്തിട്ടില്ല. അതിനുശേഷം ജസ്റ്റ് ഒന്ന് തുടക്കൽ കാര്യങ്ങൾ ഇങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ലഞ്ചും റെഡിയാക്കിയിരുന്നു. ലഞ്ചിന് ഇന്ന് ഞാൻ മുട്ടക്കറി അങ്ങനെയൊക്കെയാണ് വെച്ചത്. നമ്മുടെ പാലക്കാട്ടുകാരുടെ സ്പെഷ്യൽ മുട്ടക്കറിയാണ്. അത് ഞാൻ ഇന്നലത്തെ വ്ളോഗിലിട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ അതിൻ്റെ ഷോർട്ട് വീഡിയോ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് അധികം ഇടുന്നത് റെസിപ്പികൾ മാത്രമായിട്ടായിരിക്കും. FBയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇനിയും നമ്മുടെ FBയും ഇൻസ്റ്റയും യൂട്യൂബൊന്നും സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതാ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് തൊണ്ടയിൽ ഭയങ്കര കിച്ച് തുടങ്ങി. അടുക്കളയും കൂടി ഒന്ന് അടിച്ചു വാരാനുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് അടിച്ചു വാരി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ശരിക്കും നിങ്ങൾക്ക് ബോറടിക്കില്ലേ? എല്ലാം കഴിഞ്ഞ് കിച്ചണും ക്ലോസ് ചെയ്തിട്ട് അപ്പോഴിങ്ങനെ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഇതുണ്ടാക്കാം അതുണ്ടാക്കാം വീഡിയോ എടുക്കാം ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട്
കിച്ചണിൽ നിന്ന് യാത്ര പറഞ്ഞ് തൽക്കാലം വിടാം. ബായ്.